നമസ്കാരം. ലേണിംഗ് പോയിന്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിയിൽ നിന്ന് ജീനിലേക്ക് എന്നതിൻ്റെ തുടർച്ച നമുക്ക് നോക്കാം. മെൻഡൽ തൻ്റെ അടുത്ത പരീക്ഷണത്തിൽ പയറുചെടിയിലെ ഉയരവും പൂക്കളുടെ നിറവും പഠന വിധേയമാക്കി. പയറുചെടിയിലെ 7 ജോഡി സ്വഭാവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മെൻഡൽ പരീക്ഷണം നടത്തിയത് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതിൽ 2 സ്വഭാവങ്ങൾ മാത്രമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണവ? ഉയരവും പൂവിൻ്റെ നിറവും. ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതുമായ സസ്യവും പൂവിൻ്റെ നിറത്തിൽ ചുവന്ന പൂക്കളുള്ളതും വെളുത്ത പൂക്കളുള്ളതുമായ സസ്യവുമാണ് എടുത്തിരിക്കുന്നത്. ഉയരത്തിന് വിപരീത ഗുണങ്ങൾ ഉള്ളതുപോലെ പൂക്കളുടെ നിറത്തിന് വിപരീത ഗുണങ്ങളുണ്ട്. ചുവന്ന പൂക്കളും വെളുത്ത പൂക്കളുമാണ് പൂക്കളുടെ നിറത്തിലെ വിപരീത ഗുണങ്ങൾ. അതായത് ഉയരവും പൂവിൻ്റെ നിറവും. ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും. പൂവിൻ്റെ നിറം ചുവന്ന പൂക്കളും വെളുത്ത പൂക്കളും. ഈ ചിത്രീകരണം നോക്കൂ. 1ാം തലമുറയിലെ പയറുചെടികൾ എങ്ങനെയുള്ളവയായിരുന്നു? മാതൃസസ്യങ്ങൾ. ഏതൊക്കെയാണ് മാതൃസസ്യം? ഉയരം കൂടിയതും ചുവന്ന പൂക്കൾ ഉള്ളവയും. അവയെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ. ഉയരം കുറഞ്ഞവ, വെളുത്ത പൂക്കളുള്ളവ സ്മോൾ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ആർ. അവയുടെ ബീജകോശങ്ങൾ ഏവയാണ്? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ. ഉയരം കുറഞ്ഞവയും വെളുത്ത പൂക്കളുള്ളവയുടെ ബീജകോശങ്ങൾ ഏതൊക്കെയാണ്? സ്മോൾ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ആർ. ഇവർ തമ്മിൽ വർഗസംകരണം നടത്തിയപ്പോൾ ലഭിച്ച സസ്യങ്ങൾ ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ടി, സ്മോൾ ലെറ്റർ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ലെറ്റർ ആർ. അതായത് ആ സസ്യങ്ങൾ എങ്ങനെയുള്ളതായിരിക്കും? ഉയരം കൂടിയതും ചുവന്ന പൂക്കളുള്ളതുമായ സസ്യങ്ങൾ ആയിരിക്കും. അപ്പോൾ 1ാം തലമുറയിലെ സസ്യം എന്ന് പറഞ്ഞത് ഉയരം കൂടിയതും അതുപോലെ ചുവന്ന പൂക്കൾ ഉള്ളതുമായ സസ്യമായിരിക്കും. 1ാം തലമുറയിൽ പ്രകടമാകാത്ത ഗുണങ്ങൾ 2ാം തലമുറയിൽ പ്രകടമാകുമോ എന്ന് കണ്ടെത്തുവാനായിട്ട് മെൻഡൽ 1ാം തലമുറയെ സ്വപരാഗണത്തിന് വിധേയമാക്കി. എങ്ങനെയാണ് സ്വപരാഗണം നടത്തിയത്? അതായത് 1ാം തലമുറയിൽ ലഭിച്ചത് ഉയരം കൂടിയതും ചുവന്ന പൂക്കൾ ഉള്ളതുമായ സസ്യം. അങ്ങനെ 2 സസ്യങ്ങൾ, ഉയരം കൂടിയതും ചുവന്ന പൂക്കൾ ഉള്ളതും. ഓക്കെ, അവയുടെ ബീജകോശങ്ങൾ ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി, സ്മോൾ ആർ. അതായത് ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി, സ്മോൾ ലെറ്റർ ആർ. ക്യാപിറ്റൽ ടി, സ്മോൾ ലെറ്റർ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ലെറ്റർ ആർ. അതായത് ഒരു മാതൃസസ്യത്തിൽ നിന്നും 4 ബീജകോശങ്ങൾ. അങ്ങനെ 2 മാതൃസസ്യങ്ങൾ. അവയിൽ എത്ര ബീജകോശങ്ങളാണ് ഉണ്ടാവുക? 8 ബീജകോശങ്ങളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവയെ സ്വപരാഗണം നടത്തിയാൽ 2ാം തലമുറയിൽ ഉണ്ടാകുന്ന സസ്യങ്ങൾ ഏതൊക്കെ തരത്തിലുള്ളതാകും? ബീജകോശങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ ടി, ആർ. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ. അടുത്ത ബീജകോശം ഏതാണ്? ക്യാപിറ്റൽ ടി, സ്മോൾ ലെറ്റർ ആർ. അതുപോലെ സ്മോൾ ലെറ്റർ ടി, ക്യാപിറ്റൽ ആർ. അടുത്തത് ഏതാണ്? സ്മോൾ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ആർ. ഓക്കെ, അതുപോലെ താഴേക്കും. ഇവയാണ് ബീജകോശങ്ങൾ. ഇവയെ തമ്മിൽ വർഗസംകരണം നടത്തിയാൽ ലഭിക്കുന്ന സസ്യങ്ങൾ എങ്ങനെയുള്ളതായിരിക്കും? ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ. ഉയരം കൂടിയത് ചുവന്ന പൂക്കൾ. അവ എങ്ങനെയാണ് ലഭിച്ചത്? ഇവർ തമ്മിലാണ് വർഗസംകരണം നടത്തിയത്. അടുത്തത് എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ലെറ്റർ ആർ. അതായത് ഇവർ തമ്മിൽ. അടുത്തത് എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ലെറ്റർ ആർ, ക്യാപിറ്റൽ ആർ. അടുത്തത് ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഇവയാണ് വർഗസംകരണം നടത്തിയപ്പോൾ ലഭിച്ച സസ്യങ്ങൾ. ഇത്തരത്തിൽ ലഭിച്ചപ്പോൾ ഉയരം കൂടിയതും ചുവന്ന പൂക്കൾ ഉള്ളതുമായ 9 സസ്യങ്ങളാണ് ലഭിക്കുക. ഉയരം കൂടിയതും വെളുത്ത പൂക്കൾ ഉള്ളതുമായ 3 സസ്യവും ഉയരം കുറഞ്ഞതും
ചുവന്ന പൂക്കൾ ഉള്ളതുമായ 3 സസ്യവും ഉയരം കുറഞ്ഞതും വെളുത്ത പൂക്കൾ ഉള്ളതുമായ ഒരു സസ്യവുമാണ് ലഭിക്കുക. അതായത് ഇവയുടെ റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? എത്രമായിരിക്കും? 9:3:3:1. അതായത് 9 ഉയരം കൂടിയതും ചുവന്ന പൂക്കളുള്ളതുമായ സസ്യങ്ങൾ, 3 ഉയരം കൂടിയതും വെളുത്ത പൂക്കളുള്ളതുമായ സസ്യങ്ങൾ, 3 ഉയരം കുറഞ്ഞതും ചുവന്ന പൂക്കളുള്ളതുമായ സസ്യങ്ങൾ, 1 ഉയരം കുറഞ്ഞതും വെളുത്ത പൂക്കളുള്ളതുമായ സസ്യങ്ങൾ. അതായത് മാതൃസസ്യങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു? ഉയരം കൂടിയതും ചുവന്ന പൂക്കളുള്ളതുമായ സസ്യങ്ങൾ തമ്മിൽ വർഗസംകരണം നടത്തിയപ്പോൾ 4 തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള സസ്യങ്ങളാണ് നമുക്ക് ലഭിച്ചത്. രണ്ടാം തലമുറയിൽ 4 വ്യത്യസ്ത തരത്തിലുള്ള സസ്യങ്ങളാണ് നമുക്ക് ലഭിച്ചത്. ടീച്ചർ DNA പരിശോധനയെക്കുറിച്ച് പറയാമെന്ന് സമ്മതിച്ചതല്ലേ? എന്നിട്ട് ഷാജിയുടെ പരിഭവം. മെൻഡലിൻ്റെ ഈ പരീക്ഷണങ്ങളിൽ നിന്നും മാതാപിതാക്കളിൽ പ്രകടമാവാത്ത ചില സ്വഭാവങ്ങൾ സന്താനങ്ങളിൽ കണ്ടുവരുന്നു എന്ന് വ്യക്തമല്ലേ? മാതാപിതാക്കളിൽ കാണുന്ന ഓരോ സ്വഭാവവും പരസ്പരം കലരാതെ സ്വതന്ത്രമായി സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്നത് കൊണ്ടാണ് എന്ന് മെൻഡൽ വിശദീകരിച്ചു. മാതാപിതാക്കളുടെ സ്വഭാവ സവിശേഷതകൾ ചില ഘടകങ്ങളിലൂടെ സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്നുവെന്ന് തെളിയിക്കാനാണ് മെൻഡൽ ശ്രമിച്ചത്. മെൻഡൽ പറഞ്ഞ ഈ ഘടകങ്ങൾ എന്താണ്? അവ എവിടെ സ്ഥിതി ചെയ്യുന്നു? ശാസ്ത്രലോകത്തെ ഏറെ കുഴക്കിയ ചോദ്യങ്ങളായിരുന്നു ഇത്. ഘടകങ്ങൾ എന്ന് മെൻഡൽ വിശേഷിപ്പിച്ച പാരമ്പര്യവാഹകർ ക്രോമസോമിലുള്ള DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണെന്ന് പിന്നീട് കണ്ടെത്തി. താങ്ക് യു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.